നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വെളിപ്പാട് പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. ബൈബിളിലെ 66-ാമത്തെ പുസ്തകത്തിലെ ടൈറ്റിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് തുടങ്ങുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് യേശു കർത്താവ് ഒരു ദൂതൻ വഴി ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തമായി അന്നത്തെ റോമൻ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഉള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ താൻ ആത്മവിവശനായി എന്നും താൻ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തവണ്ണം ഒരു മഹാനാദം തൻ്റെ പുറകിൽ കേട്ടു എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും. 1-ാം അധ്യായത്തിൽ നാം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 1-ാം അധ്യായം കണ്ടതിനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് 7 സഭകൾക്ക് ഉള്ള ദൂതാണ്. ആ ദൂതുകൾ ആണ് അടുത്ത ആഴ്ചകളിൽ നാം പഠിക്കാൻ പോകുന്നത്. ഇനിയും സംഭവിപ്പാനുള്ളത് വെളിപ്പാട് പ്രവചനങ്ങൾ ആണ്, ഭാവിയിൽ സംഭവിപ്പാൻ ഉള്ള സംഗതികൾ. ക്രിസ്തുവിന് ഒരു വിശ്വാസിയിൽ നിന്നും സഭകളിൽ നിന്നുമുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ഈ കത്തുകൾ പ്രതിഫലിക്കുന്നു. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ, അതായത് സഭകൾക്ക് ഉള്ള ദൂതുകൾ, നമ്മുടെ സഭകൾ വളരെയധികം സമയമെടുത്ത് പഠിക്കേണ്ട ദൂതുകളാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, ഈ എഴുത്തുകൾ ആത്മീക വിശ്വസ്തതയെക്കുറിച്ച് കാലാതീതമായ സന്ദേശങ്ങൾ ക്രിസ്തു തൻ്റെ സഭകൾക്ക് നേരിട്ട് നൽകുന്നതാണ്. വ്യക്തിപരമായ തിരിച്ചറിവുകൾ, ആത്മീക വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ എന്നിവ വിശ്വാസികൾക്ക് പകരാനായി സഭയുടെ നടുവിൽ കൂടി നടക്കുന്ന യേശു കർത്താവിനെ നാം ഇവിടെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. രണ്ടാമതായി, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് നൽകുന്ന ഈ എഴുത്തുകൾ ആ കാലഘട്ടത്തിലെ സഭകൾക്ക് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പെന്തിക്കോസ്ത് നാൾ മുതൽ ഇന്ന് ലോകത്തിൽ നാം കാണുന്ന സഭകളെയും ഭാവിയിൽ ഉത്പ്രാപനം അഥവാ റാപ്ചർ സംഭവിക്കുന്നതുവരെ ഉള്ള ഭൂമിയിലെ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രായോഗികമായ ദൈവവചനം ദൈവമക്കൾക്ക് പകരുന്നതാണ്. ഇതിൽ ഇപ്പോഴത്തെ നമ്മുടെ സഭകളും ഉൾപ്പെടുന്നു എന്ന സത്യം നാം മറക്കരുത്. ചരിത്രത്തിൽ ഉടനീളം ഇന്നുവരെയും ഇനിയും ഭൂമിയിൽ വരുവാനുമുള്ള എല്ലാ വിശ്വാസികൾക്കും സഭകൾക്കും ബാധകമായ വിട്ടുവീഴ്ചകൾ, ലൗകിക താൽപ്പര്യങ്ങൾ, വിശ്വാസങ്ങൾ, പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള പ്രോത്സാഹനങ്ങൾ, മറ്റു വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും ഇതൊക്കെ തരണം ചെയ്യുവാനുള്ള പ്രോത്സാഹനങ്ങളും ഈ എഴുത്ത് നമുക്ക് നൽകുന്നു. ഈ 7 സഭകളും ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലുള്ള കാലഘട്ടങ്ങളിലെ സദൃശമായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മൂന്നാമതായി, ന്യായവിധിക്കോ വിടുതലിനോ വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള 2-ാമത്തെ വരവിനെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ, അതിനുള്ള കാത്തിരിപ്പിൻ്റെ അടിയന്തരാവസ്ഥ, ഭാവിയിൽ വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ പ്രതിഫലങ്ങൾ, വാഗ്ദാനങ്ങൾ, നിത്യജീവൻ ഇവയെല്ലാം ഈ എഴുത്തുകളിൽ ഉൾപ്പെടുന്നു. റെവലേഷൻ 2-ാം അധ്യായത്തിൽ കാണുന്ന സ്മുർന എന്ന ചർച്ചിനുള്ള ദൂതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പഠനത്തിനു മുമ്പ് സ്മുർന സഭയുടെ
പഴയകാല ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. എഫെസസിൽ നിന്ന് 35 മൈൽ നോർത്തിൽ ഒരു കടൽത്തീര വ്യാപാര പട്ടണമായിരുന്ന പഴയകാലത്തെ സ്മിർണ വളരെ അറിയപ്പെടുന്ന പട്ടണമായപ്പോൾ 1930-ൽ ആ പട്ടണത്തിൻ്റെ പേര് ഇസ്മീർ എന്നായി മാറി. പഴയ സ്മിർണ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ആർക്കോളജിക്കൽ സൈറ്റായി അവിടെ കാണാം. ഇസ്മീർ എന്നറിയപ്പെടുന്ന പഴയകാല സ്മിർണ ഇപ്പോൾ 6 മില്യൺ ജനസംഖ്യയുള്ള ഒരു മോഡേൺ സിറ്റിയാണ്. 7 ചർച്ചസ് ഉള്ളതിൽ സ്മിർണ മാത്രമാണ് ഇപ്പോഴും ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായി കാണുന്നത് എന്ന ശ്രദ്ധേയമാണ്. വില കൂടിയ സുഗന്ധമുള്ള മേർ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്തിരുന്നതുകൊണ്ടാണ് ഈ പട്ടണത്തിന് ഇസ്മീർ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. AD 155-ൽ നടന്ന ക്രിസ്തീയ പീഡന സമയത്ത് 86 വയസ്സുള്ള പോളികാർപ്പ് എന്ന ബിഷപ്പിനെ ഒരു തടിക്കുറ്റിയിൽ കെട്ടി ജീവനോടെ തീയെരിച്ചുവെന്നും മരിക്കാഞ്ഞതുകൊണ്ട് കൊലപ്പെടുത്തിയെന്നും ഹിസ്റ്റോറിയൻസ് എഴുതിയിട്ടുണ്ട്. അത്തിന ദേവിയുടെ അതിവിശിഷ്ടമായ ഒരു ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്നു എന്നും എപ്പിക് പോയറ്റ് ഹോമറിൻ്റെ ജന്മഭൂമിയാണ് ഇസ്മീർ എന്നും അറിയപ്പെടുന്നു. ഇസ്മീർ എന്ന ഇൻസ്ക്രിപ്ഷനുള്ള ആൻഷ്യൻറ്റ് കോയിൻസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ സ്മിർണ എന്ന സഭയുടെ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിലും എഫെസസിൽ നിന്നും 35 മൈൽ മാത്രം ദൂരെയുള്ള ഈ പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭ സ്ഥാപിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആസ്യ അഥവാ ഏഷ്യ മൈനറിൽ 2 വർഷം താമസിച്ച് കർത്താവിൻ്റെ വചനം അവിടെയുള്ള യഹൂദന്മാരോടും യവനന്മാരോടും ഘോഷിച്ചതായി നമുക്ക് വായിക്കാം. ഇതിൽ ഈ 7 സഭകളും ഉൾപ്പെടുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. ഹിസ്റ്ററി ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഈ പട്ടണങ്ങളുടെ ചരിത്രങ്ങൾ കുറേ വിസ്തരിച്ച് എഴുതുന്നത് ആകർഷകമായി എനിക്ക് തോന്നിയത്. ഇനി പ്രാർത്ഥനയോടെ നമുക്ക് റെവലേഷൻ 2:8-11 വരെയുള്ള സ്മിർണ സഭയുടെ എഴുത്തിലേക്ക് പ്രവേശിക്കാം. റെവലേഷൻ 2:8-9 സ്മിർണയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനായിരുന്നു താനും, തങ്ങൾ യഹൂദരല്ല എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ദ സഫറിംഗ് ചർച്ച് എന്നറിയപ്പെടുന്ന ഈ സഭയ്ക്ക് തൻ്റെ കുരിശൻ മരണവും ഉയർത്തെഴുന്നേൽപ്പും അവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് താൻ ആദ്യനും അന്ത്യനുമെന്നും ജീവിക്കുന്നവനുമായി ഈ സഭയെ അഭിവാദനം ചെയ്യുന്നു. വളരെ മതപീഡനങ്ങളും രക്തസാക്ഷിത്വത്തിലും കൂടി കടന്നുപോയ സ്മിർണയിലെ വിശ്വാസികൾക്ക് കർത്താവിൻ്റെ ഈ അഭിബോധനം വളരെ ആശ്വാസം നൽകിയെന്നതിന് സംശയമില്ല. സ്മിർണ വാസ് എ സഫറിംഗ് ചർച്ച് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പോവർട്ടി. ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ സഭയെ യേശു കർത്താവ് ധനികർ എന്നാണ് വിളിക്കുന്നത്. കാരണം സ്വർഗത്തിലാണ് നമ്മുടെ അമൂല്യമായ സമ്പത്ത് ഉള്ളത്. പരീക്ഷണങ്ങളും കഷ്ടതകളും അവരെ ശുദ്ധീകരിച്ചു. വളരെ സമ്പത്തുള്ള ആ പട്ടണത്തിൽ ഇവർ ഇത്ര അധമമായ ദാരിദ്ര്യം നേരിട്ടതിൻ്റെ കാരണം അന്നത്തെ ഭരണാധികാരികൾ വ്യാപാര മേഖലകളിൽ നിന്നും അവരെ ഒഴിവാക്കിയതും സാമ്പത്തിക പീഡനത്തിന് ഇരയാക്കിയതും മൂലമാണ്. ഇത് പഠിച്ചപ്പോൾ ചരിത്രത്തിൽ പ്രിയങ്കരിയായ ഞാൻ ഹോളോകോസ്റ്റിൻ്റെ ചരിത്രം ഓർത്തു. 1933-നും 1945-നും ഇടയ്ക്ക് 6 മില്യൺ ജൂസിനെ കൊലപ്പെടുത്തിയ ജർമ്മനിയിലെ നാസി ജർമ്മൻ റെജീം ആദ്യഘട്ടത്തിൽ 1933 മുതൽ 38 വരെയുള്ള കാലയളവിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവരുടെ ഈ വംശഹത്യ തുടങ്ങിയത്. യഹൂദന്മാരുടെ സമ്പത്തും റിയൽ എസ്റ്റേറ്റും ബിസിനസ്സുകളും മറ്റ് സാമ്പത്തിക ആസ്തികളും ക്രമേണ അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന് ചരിത്രം തെളിയിക്കുന്നു. സ്മിർണയിലെ സഭ ഇത്രയും നികൃഷ്ടമായി പാപ്പരായി പോയതിൻ്റെ ചില കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ കർത്താവ് അവരെ ആത്മീയ സമ്പത്തിൽ ധനികരാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു.
അടുത്ത സെൻറ്റൻസിൽ സാത്താൻ്റെ പള്ളിക്കാർ എന്ന് സംബോധന ചെയ്യുന്ന ഒരു കൂട്ടരെ നാം അവിടെ കാണുന്നു. ഇതുപോലെയുള്ള ഒരു കൂട്ടർ റെവലേഷൻ 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലുള്ള ഫിലഡൽഫിയ ചർച്ചിൻ്റെ എഴുത്തിലും നമുക്ക് വായിക്കാം. സഭകൾക്ക് ഉള്ള ഈ ദൂതിൽ സാത്താൻ എന്ന പദം 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം യഹൂദന്മാർ റോമൻ അധികാരികളുടെ കൂട്ടുപിടിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതായി ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, 9-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് രക്ഷയിൽ വരുന്നതിന് മുമ്പ് റോമൻ അധികാരികളോട് കൂട്ടുനിന്ന് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത് ഇതിൻ്റെ കൂടെ ഓർമ്മ വരുന്നു. എന്നാൽ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ തൻ്റെ വചനഘോഷണത്തിനായി എടുത്ത് ഉപയോഗിച്ചു. സെയിൻറ്റ് പോൾ ഈസ് ട്രഡീഷണലി ക്രെഡിറ്റഡ് വിത്ത് റൈറ്റിംഗ് 13 എപ്പിസോഡ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. പ്രൈസ് ദ ലോർഡ്. ദൈവജനത്തെ വിചാരണ ചെയ്യുന്നതിലൂടെ കർത്താവ് ഇവരെ സാത്താൻ്റെ പക്ഷത്തിൽ ഉൾപ്പെടുത്തുന്നു. എന്തിന് അധികം പറയുന്നു? യേശു കർത്താവിനെ ക്രൂശിക്ക എന്ന ഒരു കൂട്ടം യഹൂദന്മാരുടെ അട്ടഹാസങ്ങൾ 4 ഗോസ്പലിലും എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാമല്ലോ. നമുക്ക് റെവലേഷൻ 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ വെക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. യേശു കർത്താവ് സ്മിർന സഭയ്ക്ക് വരാൻ പോകുന്ന മതപീഡനങ്ങളെക്കുറിച്ച് അവരോട് പ്രവചിക്കുന്നു. സാത്താൻ വിശ്വാസികളിൽ ചിലരെ തടവിലാക്കുകയും ചിലരെ രക്തസാക്ഷികളാക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അവർക്ക് വരാൻ പോകുന്ന 10 ദിവസത്തെ തടവും പരീക്ഷണങ്ങളും രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള കൂടുതൽ കഷ്ടതകളെ അവർ ഭയപ്പെടരുത് എന്ന ദൈവം അവരോട് മുൻകൂട്ടി വാണിംഗ് നൽകുന്നു. ഇവിടെ 10 ദിവസം എന്ന പ്രയോഗം ഒരു സമയപരിധിയേക്കാൾ തീവ്രമായ വിചാരണകളുടെ ഒരു പരിമിത സമയമായി കണക്കാക്കാം. മരണം വരെ വിശ്വസ്തരായിരിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെടുന്നു. ഇവിടെ മരണം വരെ എന്നുള്ള പ്രയോഗം രക്തസാക്ഷിത്വവും ഉൾപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഇങ്ങനെയുള്ളവർക്ക് ജീവന്റെ കിരീടം ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ആ കാലത്തെ കായിക വിജയികൾക്ക് കിരീടം തലയിൽ വെക്കുന്ന ഒരു റീത്ത് പോലെ നൽകിയിരുന്നു. In ancient Greece, the victory wreath was called the Stephanos and was a garland with wild olive leaves, not a metal medal. സ്മിർന സഭയ്ക്കുള്ള ഈ സന്ദേശം വളരെ ശക്തമായൊരു പ്രോമിസ് നൽകിക്കൊണ്ട് അവസാനിക്കുകയാണ്. എഫെസോസിലെ സഭയ്ക്ക് നിത്യജീവന് പ്രതീകമായ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന പ്രോമിസ് കർത്താവ് നൽകുമ്പോൾ, സ്മിർന സഭയ്ക്ക് നിത്യജീവന്റെ പ്രതീകമായ ജീവകിരീടം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. എത്ര ഭാഗ്യമുള്ള ഒരു അവസ്ഥയാണ് ഇത്! സ്മിർന സഭയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവാത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഇവരോട് ആവശ്യപ്പെടുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ശ്രവിക്കുവാനുള്ള ഒരു ബൈബിൾ ആഹ്വാനമാണ്. റെവലേഷൻ 2-3 ചാപ്റ്റേഴ്സിൽ ഉള്ള 7 സഭകളോടും കർത്താവ് ഇത് ആവർത്തിക്കുന്നുണ്ട്. ദൈവാത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം വിശ്വാസികളുമായും സഭകളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നുവെന്നും അനുസരണത്തിൻ്റെയും ആത്മീയ വെല്ലുവിളികളെ മറികടക്കാനുള്ള ആഗ്രഹത്തോടെയുള്ള ഈ സന്ദേശങ്ങൾ ഗ്രഹിക്കുവാൻ ഒരു ആത്മീയ ചെവിക്ക് ആഹ്വാനം ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് റെവലേഷൻ 20-ാം അധ്യായം പറയുന്ന 2-ാം മരണം, ദ ലേക്ക് ഓഫ് ഫയർ, അവരെ ബാധിക്കുകയില്ല എന്ന ഉറപ്പ് യേശു കർത്താവ് അവർക്ക് നൽകുന്നു. ആദ്യത്തെ മരണം ശാരീരികമായ മരണമാണ്. എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന 2-ാം മരണം ആത്മാവിൻ്റെ അത്യന്തികവും ശാശ്വതവുമായ വേർപിരിയലിനെ സൂചിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ പഠിക്കുവാൻ പോവുകയാണ്. 2-ാം മരണത്തിന് പകരം ഒരു വിശ്വാസിക്ക് യേശു കർത്താവ് ദൈവ സാന്നിധ്യത്തിൽ ഉള്ള
അവരുടെ സുരക്ഷിതവും നിത്യജീവനും ദാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 7 ചർച്ചുകളിൽ കർത്താവ് ഒരു കുറ്റവും പറയാത്ത ഒരേ ഒരു ചർച്ചാണ് സ്മിർന സഭ. ഭൗതിക സമ്പത്തിനേക്കാൾ ആത്മീയ സമ്പത്താണ് പ്രധാനം എന്ന് സ്മിർന സഭയുടെ ദൂതിൽ നിന്നും നാം പഠിക്കുന്നു. വെളിപ്പാട് 3-ാമത്തെ അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിക്കാനിരിക്കുന്ന ലവോദിക്കയിലെ സഭയ്ക്ക് നൽകിയ സന്ദേശവുമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആ സഭ ഭൗതികമായി സമ്പന്നമായിരുന്നു, പക്ഷേ ആത്മീയമായി ദരിദ്രരായിരുന്നു. ലോക പ്രശംസയേക്കാൾ സ്ഥാനമാനങ്ങളെക്കാൾ ആത്മീയ സമ്പത്തിനാണ് നാം മുൻഗണന നൽകേണ്ടത്. വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷണങ്ങളെ സഹിക്കുവാനുള്ള ശക്തി ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെക്കാൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യമായ പ്രതിഫലത്തിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് സ്മിർന സഭയുടെ ദൂത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവുമായുള്ള നമ്മുടെ ബന്ധം ഉറപ്പാക്കാൻ ദൈനംദിനമുള്ള ദൈവവചന പഠനത്തിനും ധ്യാനത്തിനും നാം സമയം ചിലവാക്കണം. ഇതുമൂലം നാം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഉറപ്പാക്കുന്നു. നമ്മുടെ ഭൗതിക സമ്പത്തിനേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും വാഗ്ദത്തങ്ങളിലും നമുക്ക് സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉള്ള അവസരങ്ങളായി കാണുവാനും ജീവിതത്തിലെ കൈപ്പേറിയ സമയങ്ങളിൽ നമ്മുടെ വിശ്വാസം ശക്തീകരിക്കുവാനും ഇത് ശുദ്ധീകരണത്തിൻ്റെ ഒരു അവസരമായും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള പൊള്ളിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മരണത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ വിജയം നമുക്ക് സമാധാനം തരുവാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഭയങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ നിത്യജീവൻ്റെ പ്രോമിസ് നാം ഓർക്കണം. നമ്മുടെ വിശ്വാസം നിലനിർത്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മീയ സഹിഷ്ണുത നാം വളർത്തിയെടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നിത്യമായ പ്രതിഫലങ്ങളിൽ വേണം നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത്. ക്രിസ്തുവിനോട് ഒപ്പമുള്ള നിത്യജീവൻ നമ്മുടെ പ്രത്യാശയ്ക്ക് ശക്തി നൽകണം. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയും. നമ്മുടെ ശാരീരിക മരണം ഒരു താൽക്കാലിക വഴിത്തിരിവ് മാത്രമാണ്. അത് ഒരു അന്തിമ പരാജയമല്ല എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നാം ജയിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ കൂടെയുള്ള നിത്യവാഴ്ചയിൽ പങ്കാളികളാകാം എന്ന വാഗ്ദത്തം എത്ര ആശ്വാസകരമാണ്. നമ്മുടെ ആത്മീയതയിൽ നാം ജാഗ്രതയുള്ളവർ ആയിരിക്കണം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ ഇവയൊക്കെ നേരിടുവാനുള്ള ഭയം, ധൈര്യക്കുറവ്, ജീവിതത്തിൽ പരാജയപ്പെട്ടുവെന്ന ചിന്തകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സാത്താൻ്റെ വിജയമാണ്. ലൗകിക സ്വീകാര്യതയ്ക്ക് വേണ്ടിയോ സാമ്പത്തിക സുരക്ഷിതയ്ക്ക് വേണ്ടിയോ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വീട്ടുവീഴ്ചകൾ ചെയ്യുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ വരുന്ന എതിർപ്പുകൾ, അപവാദങ്ങൾ, സംഘർഷങ്ങൾ ഇതെല്ലാം നേരിടുവാൻ പ്രാർത്ഥനയോടെയും ദൈവകൃപയോടും കൂടി നമുക്ക് ദൈനംദിന ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. സ്മിർന സഭയുടെ പഠനത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വലിയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ നമുക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബൈബിൾ സ്റ്റഡി ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സ്മിർന സഭയ്ക്ക് നേരിടേണ്ടി വന്ന ഈ റിലീജിയസ് പെർസിക്യൂഷൻ പഠിക്കുന്ന ഈ സമയത്ത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻസ് കൂടി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഡു യു നോ ദാറ്റ് ഇൻ നോർത്ത് കൊറിയ if you own a Bible, you will be killed. In Somalia, following Jesus makes you an enemy. In Libya, evangelism is a death sentence. In Yemen, Christians are considered extremists. They are in the wanted list. In Nigeria, a Christian dies every 2 hours average. In Pakistan, Christians are considered second-class citizens. In Sudan, Christians are caught in the crossfire. In Iran, being a Christian is a crime against national security. In Afghanistan, there is nothing to worry because there are no Christians.
കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെയുള്ള പീഡനങ്ങൾ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അടിസ്ഥാനപരമായി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും ക്രിസ്ത്യാനിറ്റി ഒരു വിദേശ സ്വാധീനതയായും അവർ കരുതുന്നു. മതസ്വാതന്ത്ര്യ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് പാസാക്കി നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്ന പേര് വിളിച്ച് വിശ്വാസികളെ ഉപദ്രവിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻറ്റി കറപ്ഷൻ ലോസ് എന്ന പേര് പറഞ്ഞ് ക്രിസ്ത്യൻ ചാരിറ്റീസ് ആൻഡ് മിനിസ്ട്രീസിൻ്റെ ഫോറിൻ ഫണ്ടിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഭാരതത്തിലെ സോഷ്യൽ സർവീസസ് ആൻഡ് വെൽഫെയർ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിലുള്ള ഫോറിൻ ഫിനാൻഷ്യൽ എയ്ഡ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2023 മുതൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ മതപീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2025 കഴിഞ്ഞ 6 മാസത്തിനിടെ 378 ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടുവെന്ന് ഒരു വാർത്ത ഒക്ടോബർ 12, 2025 മനോരമയിൽ ഒരു ന്യൂസ് വായിച്ചു. മതപരിവർത്തനത്തിന് കടുത്ത ശിക്ഷ കൊടുക്കാനുള്ള പുതിയ നിയമം, അതായത് ജീവപര്യന്തം തടവും 1 കോടി രൂപ വരെ പിഴയും ചുമത്തുന്ന നിയമം രാജസ്ഥാൻ നിയമസഭ പാസാക്കിയെന്ന് ഒക്ടോബർ 13, 2025 മനോരമയിൽ വായിക്കുകയുണ്ടായി. ഇതുപോലെയുള്ള നിയമങ്ങൾ UP, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രാബല്യപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ 50ഓളം രാഷ്ട്രങ്ങളിലെ വിശ്വാസികൾ മതപീഡനങ്ങൾ മൂലം കഷ്ടപ്പെടുന്നു. കർത്താവ് സ്മിർന സഭയെ ചേർത്ത് പിടിച്ചതുപോലെ ഈ പെർസിക്യൂട്ടഡ് ക്രിസ്ത്യൻസ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം സമയം കാണണം. ഈ സ്മിർന സഭയുടെ പഠനത്തിൻ്റെ കൂടെ ഈ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ആമീൻ.